വെൽക്കം ബാക്ക് ലിറ്റിൽ സ്കോളർ ഇൻ സപ്പോർട്ട് വിത്ത് മലർവാടി. നമുക്ക് കഴിഞ്ഞ സെഗ്മെന്റിന്റെ മാർക്ക് അറിയേണ്ടതുണ്ട് അല്ലേ? നല്ല മത്സരമായിരുന്നു കഴിഞ്ഞ തവണ. കൈമാറ്റം എന്ന സെഗ്മെന്റിന്റെ മാർക്കാണ് അനൗൺസ് ചെയ്യുന്നത്. മാർക്ക് ഇതൊക്കെയാണ്. സിയൂസ് യുവർ മാർക്സ് 15. Orion, you got 20 marks. Aurora, you got 10 marks. Ajina, you got 15 marks. Good. ഇനി നമ്മൾ അടുത്ത സെഗ്മെന്റിലേക്ക് പോകുന്നു. അടുത്ത സെഗ്മെന്റ് നോട്ടം. നോട്ടം എന്ന സെഗ്മെന്റിലേക്ക് സ്വാഗതം. നോട്ടം സെഗ്മെന്റ് വീഡിയോ വാളിലാണ് നിങ്ങൾ നോക്കാൻ പോകുന്നത്. പക്ഷേ നിങ്ങളുടെ നോട്ടം അതീവ ശ്രദ്ധയോടുകൂടിയായിരിക്കണം. ഒരു സംസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട ദൃശ്യങ്ങളാണ് കാണിക്കുക. ആ ദൃശ്യങ്ങളിൽ നോക്കിക്കഴിഞ്ഞതിന് ശേഷം ഏത് സംസ്ഥാനമാണ് എന്ന് തിരിച്ചറിയുക എന്നുള്ളതാണ് നിങ്ങളുടെ ദൗത്യം. ഓക്കെ? സോ ദൃശ്യം കാണുമ്പോൾ ഓർക്കണം ഏത് സംസ്ഥാനത്തിൻ്റേതാണെന്ന് കൃത്യമായിട്ട് മനസ്സിൽ ഗ്രഹിച്ച് ഉത്തരങ്ങൾ പറയണം. തുടങ്ങാം. സോ സിയൂസ്, ആദ്യത്തെ ചാൻസ് നിങ്ങൾക്കാണ്. വീഡിയോ വാളിലേക്ക് ശ്രദ്ധിക്കാം. ദൃശ്യങ്ങൾ ഇഷ്ടംപോലെയായിരുന്നു. തിരിച്ചറിയാനുള്ള ധാരാളം ദൃശ്യങ്ങളുണ്ടായിരുന്നു. ചോദ്യം ഇതാണ്: ഏത് സംസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട ദൃശ്യങ്ങളാണ് നിങ്ങൾ വീഡിയോ വാളിൽ കണ്ടത്? സിയൂസ്, യുവർ ആൻസർ. മഹാരാഷ്ട്ര. മഹാരാഷ്ട്ര ഈസ് എ പെർഫെക്റ്റ് ആൻസർ. കൺഗ്രാറ്റുലേഷൻസ്, വെരി നൈസ്. കണ്ട ദൃശ്യങ്ങളിൽ ഏതെങ്കിലും പറയാമോ? തിരിച്ചറിഞ്ഞോ? പറ. അജന്ത എല്ലോറ കേവ്സ്. അജന്ത എല്ലോറ ഗുഹകൾ മഹാരാഷ്ട്രയിലാണ്. അത് നമ്മൾ അതിനകത്ത് കണ്ടു. പിന്നീട് കണ്ടത് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ കണ്ടു. മഹാരാഷ്ട്രയിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനകത്ത് ബീബി-കാ മക്ബറയുടെ ഒരു അറ്റം കണ്ടു നമ്മൾ. ബീബി-കാ മക്ബറ എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാമോ? ബീബി-കാ മക്ബറ എന്ന് പറയുന്നത് താജ്മഹൽ, ആഗ്രയിൽ ഷാജഹാൻ പണിതുയർത്തിയ താജ്മഹൽ. ആ താജ്മഹൽ അതുപോലെ നിർമ്മിച്ച മറ്റൊരു സൗധമാണ് ബീബി-കാ മക്ബറ. മണ്ണ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. പക്ഷേ കാഴ്ചയിൽ ഒരുപോലെയാണ് രണ്ടും. ഒന്ന് മാർബിളാണ്, ഒന്ന് മണ്ണാണ് എന്ന് മാത്രം. മഹാരാഷ്ട്ര ഇത്തരം കാഴ്ചകളെ കൊണ്ട് സമ്പന്നമാണ്. ഓക്കെ, ഇനി ഒറിയോണിലേക്ക് അടുത്ത ചോദ്യം വരുന്നു. സോ ഒറിയോൺ, എന്ത് മനോഹരമായ ദൃശ്യം അല്ലേ? നമ്മളൊക്കെ എന്ത് ഭാഗ്യം ചെയ്തവരാണ് ഭാരതത്തിൽ ജീവിക്കാൻ ഭാഗ്യമുണ്ടായി എന്ന് പറയുന്നത്. എത്രമാത്രം സംസ്കാരങ്ങളാണ്, എത്രമാത്രം വൈവിധ്യങ്ങളാണ് നമ്മൾ കണ്ടത്. എന്ത് മനോഹരമായ ദൃശ്യമാണ് നമ്മൾ കണ്ടത്. ചോദ്യം ഉണ്ട്: ഏത് സംസ്ഥാനമാണ് ഇത്? ആസാം. പെർഫെക്റ്റ് ആൻസർ. കൺഗ്രാറ്റുലേഷൻസ്, വെരി ഗുഡ്. ഓക്കെ, അടുത്തത് അറോറയിലേക്കാണ്. കാണാം ദൃശ്യം ഇവിടെ. ചോദ്യം ഇതാണ്: ഏതാണ് നിങ്ങൾ കണ്ട സംസ്ഥാനം? രാജസ്ഥാൻ. പെർഫെക്റ്റ് ആൻസർ ആണ്. പെർഫെക്റ്റ് ആൻസർ. കൺഗ്രാറ്റുലേഷൻസ്. രജപുത്താന എന്നുള്ള പേരിൽ നിന്നാണ് രാജസ്ഥാൻ എന്നുള്ള വാക്കുണ്ടായത്. നമ്മുടെ ഭാരതത്തിലെ ഏറ്റവും വലിയ സംസ്ഥാനം, ഏറ്റവും വിസ്തൃതിയുള്ള സംസ്ഥാനമാണ് രാജസ്ഥാൻ അല്ലേ? രാജസ്ഥാൻ സുന്ദരമാണ്, സുരഭിലമാണ്. അവിടുത്തെ
വർണ്ണക്കാഴ്ചകൾ, അത്രമാത്രം കാണുവാനുള്ള കാഴ്ചകൾ അവിടെയുണ്ട്. പിങ്ക് സിറ്റിയൊക്കെ ഉണ്ടാവും രാജസ്ഥാനിൽ. പിങ്ക് സിറ്റി കേട്ടിട്ടില്ലേ നിങ്ങൾ? അതൊക്കെയുള്ള സ്ഥലമാണ് രാജസ്ഥാൻ. ഓൾറൈറ്റ്, അടുത്ത ചോദ്യം അജീനയിലേക്കാണ്. കാണാം ദൃശ്യം ഇവിടെ. എന്താണ് സൗന്ദര്യം, എന്താണ് കാഴ്ച? ചോദ്യം ഉണ്ട്. ഏതാണ് സംസ്ഥാനം കണ്ടത്? ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശ്. ഐ എം സോറി ഫോർ ദാറ്റ്. ഞാൻ ആഗ്രഹിച്ചിരുന്നു ഈ ഉത്തരം കൂടി ശരിയാവണം എന്ന് ആഗ്രഹിച്ചിരുന്നു. കാരണം അങ്ങനെയാണെങ്കിൽ നമ്മൾ ഫുൾ സ്കോർ ചെയ്യുമായിരുന്നു. അത് ഗുജറാത്താണ്. ഗുജറാത്ത് സംസ്ഥാനമാണ് നമ്മൾ കണ്ടത്. അവിടുത്തെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. അതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സ്ഥലമുണ്ടായിരുന്നു. മഹാത്മാഗാന്ധിയുടെ സബർമതി ആശ്രമം. അതാണ് ഏറ്റവും അവസാനം കണ്ടത്. 1600 കിലോമീറ്റർ കടൽ തീരമുള്ള ഭാരതത്തിലെ ഒരേ ഒരു സംസ്ഥാനമാണ് ഗുജറാത്ത്. ഏറ്റവും കൂടുതൽ വ്യവസായവൽകൃതമായ സംസ്ഥാനമാണ് ഗുജറാത്ത്. സംസ്ഥാനം നിലവിൽ വന്ന കാലം മുതൽ സമ്പൂർണ്ണ മദ്യനിരോധനം നിലനിൽക്കുന്ന സംസ്ഥാനമാണ് ഗുജറാത്ത്. അതുമാത്രമല്ല, നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി ജനിച്ച സംസ്ഥാനമാണ് ഗുജറാത്ത്. നമ്മുടെ ഭാരതത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയത്, അല്ലേ? ഭാരതത്തിന് അത്രമാത്രം സൗന്ദര്യം ലോകത്തൊരു രാജ്യത്തിനുമില്ല. അത്രമാത്രം സംസ്കാരങ്ങൾ, അത്രമാത്രം വൈവിധ്യങ്ങൾ, അത്രമാത്രം നിറങ്ങൾ, അത്രമാത്രം ഭാഷകൾ, അത്രമാത്രം വേഷങ്ങൾ എല്ലാം ചേർത്ത് പിടിച്ചിരിക്കുന്ന നമ്മുടെ മഹത്തായ ഭാരതം. അതുകൊണ്ട് തന്നെ ഒരു മാജിക് ഞാൻ കാണിക്കാൻ ആഗ്രഹിക്കുന്നത്, ഒരു മുത്തുമാലയിൽ വിവിധ നിറങ്ങളെ കോർത്ത് കെട്ടിയതുപോലെ മനോഹരമാണ് നമ്മുടെ ഭാരതം എന്ന് പറയുന്നത്. ഒരു മാലയെ കാണുന്നത് പോലെ സുന്ദരമാണ് നമ്മുടെ ഭാരതം എന്ന് പറയുന്നത്. ഇതിനകത്ത് വിവിധ വർണ്ണങ്ങളുണ്ട്. നീലയുണ്ട്, ചുവപ്പുണ്ട്, വെള്ളയുണ്ട്, വിവിധ വർണ്ണങ്ങളുണ്ട്. ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മാജിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ബൗൾ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. കണ്ടല്ലോ? ഈ ബൗളിനകത്തേക്ക് ഈ മാല ഞാൻ തൽക്കാലത്തേക്ക് പൊട്ടിക്കുകയാണ്. ഇതിൻ്റെ ടങ്കീസ് മുറിച്ച് കളഞ്ഞു. ഇനി ശ്രദ്ധിക്കാം. ഈ മാല മുത്തുമണികളായി ഇതിനകത്തേക്ക് അഴിച്ചിട്ടു. കണ്ടല്ലോ? കണ്ടല്ലോ? ഇനി ഞാൻ ചെയ്യുന്നത്, ഈ ടെങ്കീസിനെ കൊച്ചു കൊച്ചു പീസുകളായിട്ട് ഇതിനകത്തേക്ക് മുറിച്ചിടുകയാണ്. എല്ലാം സെപ്പറേറ്റായി, അല്ലേ? പക്ഷേ നമ്മുടെ ഭാരതം ഇതുപോലെയാണ്. ആർക്കും വേർതിരിക്കാൻ സാധിക്കില്ല. നമ്മുടെ ഭാരതം മഹത്താണ്. അതുകൊണ്ട് തന്നെ വാച്ച് ചെയ്യാം. ദാറ്റ്സ് ഇറ്റ്. പക്ഷേ മാജിക് ഇവിടെ തീരുന്നില്ല. ഒരു മാജിക് കൂടി കാണിക്കാൻ ഉദ്ദേശിക്കും. മോളുടെ കഴുത്തിലൊരു മാല കണ്ടല്ലോ? മോൾ അഴിച്ച മാല. ഓക്കെ. ഈ മാലയ്ക്കകത്ത് 3 മുത്തുകളുണ്ട്, 3 ബീഡ്സ് ഉണ്ട്, അല്ലേ? 3 ബീഡ്സ് ഉണ്ട്. ഇനിയാണ് കീർത്തന മാജിക് കാണിക്കാൻ പോകുന്നത്. മോളുടെ കൈ കാണിച്ചേ. ഒരു കൈ നീട്ടി കാണിച്ചേ. ഒരു കൈ. ഓക്കെ. ഞാൻ ഈ 3 ബീഡ്സും ഇതിനകത്തേക്ക് വെച്ചു. ഇനി മോള് കൈ അടച്ചു. 3 ബീഡ്സ് മോളുടെ കയ്യിൽ ഭദ്രമാണ്. ഇനി മോന് ഇതിനകത്ത് നിന്ന് ഏതെങ്കിലും ഒരു ത്രെഡ് എടുക്കാം. ഏതെങ്കിലും ഒരു ത്രെഡ്. ഓക്കെ. മോക്ക് ഇതിനകത്ത് നിന്ന് ഒരു ത്രെഡ് എടുക്കാം. ഏത് വേണമെങ്കിലും എടുത്തോ. ഓക്കെ. ഈ 2 ത്രെഡും കൂടി ഞാൻ ചേർത്ത് ഇങ്ങനെ കെട്ടി. ഇനിയാണ് മാജിക് സംഭവിക്കുന്നത്. വാച്ച്. 1 2 3. കണ്ടോ? 3 ബീഡ്സും അവിടെ തന്നെ, അല്ലേ? ബീഡ്സ് പൊട്ടിയിട്ടില്ല, ഒന്നും സംഭവിച്ചിട്ടില്ല. ഭദ്രമാണ്. മോള് വീണ്ടും കോർത്ത് കഴുത്തിലിട്ട്. കേട്ടോ? താങ്ക് യു സോ മച്ച്. എല്ലാവരും ഹാപ്പി ആയില്ലേ? ചോദ്യങ്ങളുടെ ടെൻഷനൊക്കെ പോയല്ലോ മാജിക് കണ്ടപ്പോൾ, അല്ലേ? ഓക്കെ. ഇനി നമുക്ക് മാർക്ക് അനൗൺസ് ചെയ്യാം. നിങ്ങൾക്ക് ഇന്നത്തെ 2 സെഗ്മെൻറ്റുകൾ ചേർത്ത് വെച്ച് കിട്ടിയിട്ടുള്ള മാർക്കാണ് അനൗൺസ് ചെയ്യാൻ പോകുന്നത്. ഇന്നത്തെ എപ്പിസോഡിൻ്റെ ടോട്ടൽ മാർക്സ്. സോ സിയൂസ്, യു ഗോട്ട് 25 മാർക്സ്. കൺഗ്രാജുലേഷൻസ്. Orion, you got 30 marks. Congratulations. Aurora, you got 20 marks. Ajina, you got 15 marks. ഇനിയും എപ്പിസോഡുകൾ ഉണ്ട് നമ്മുടെ മുമ്പിൽ. അതുകൊണ്ട് ആ എപ്പിസോഡുകളിൽ വരുന്ന സമയത്ത് കൂടുതൽ ഊർജ്ജത്തോടു കൂടി, കൂടുതൽ ആർജവത്തോടു കൂടി വരിക. മത്സരങ്ങൾ വീണ്ടും തുടരും, ചോദ്യങ്ങൾ തുടരും, ഉത്തരങ്ങൾ പറയണം കൃത്യമായിട്ട്. ഒരു ഉത്തരം പോലും തെറ്റാതെ മനോഹരമായിട്ട് നാളെ വീണ്ടും നമുക്ക് പങ്കെടുക്കാം. നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് യാത്ര ചോദിക്കേണ്ടതുണ്ട്. മാജിക്കും ചോദ്യങ്ങളും ഉത്തരങ്ങളുമായി വീണ്ടും ഞങ്ങൾ നാളെ വരും. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ. ടെസ്റ്റ് ക്രിക്കറ്റിൽ 800 വിക്കറ്റ് നേടുന്ന ആദ്യ കളിക്കാരൻ ആരാണ്?
നിങ്ങളുടെ ഉത്തരം 24 മണിക്കൂറിനകം SMS ആയോ ഇമെയിലായോ അയക്കാം. ഉത്തരത്തിനൊപ്പം നിങ്ങളുടെ പേരും ബന്ധപ്പെടേണ്ട നമ്പറും ചേർക്കുക. ശരി ഉത്തരം അയക്കുന്നവരിൽ നിന്ന് തെരഞ്ഞെടുക്കുന്നവരെ ആകർഷകമായ സമ്മാനങ്ങൾ കാത്തിരിക്കുന്നു. SMS അയക്കേണ്ട നമ്പർ 8943347403. ഇമെയിൽ ID lsq@mediaonetv.in.